ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വേറിട്ട രുചിയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സ്പ്രിംഗ് റോളാണ്. മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും ചെയ്യാതെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് മൈദമാവാണ്. 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദമാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ കൂടി ഇടാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണിത്. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച ശേഷം നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഇപ്പോൾ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കാം. ബലൂൺ വിസ്ക് ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കണം. ബാക്കിയുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. തവയിലേക്ക് മാവ് ഒഴിക്കുമ്പോൾ അത് ഒഴുകിപ്പോകുന്ന ഒരു പരുവത്തിൽ വേണം കലക്കിയെടുക്കാൻ. അപ്പോൾ ആ രീതിയിൽ വെള്ളം ഒഴിച്ച് ലൂസാക്കി മാവ് കലക്കിയെടുക്കണം. ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. യാതൊരു കട്ടകളും ഉണ്ടാകാൻ പാടില്ല. ഈ സ്പൂണിൻ്റെ ബാക്കിലൊന്ന് നോക്കുമ്പോൾ ഒരു പാട പോലെ കാണുന്നില്ലേ? ഇത് ഇത്രയും ലൂസായിട്ട് വേണം ഈ മാവ് എടുക്കാൻ. തിൻ ലെയർ ഷീറ്റാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും നല്ല ലൂസായിട്ട് മാവ് എടുക്കുന്നത്. ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഒരല്പം കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് മുകളിലേക്കാണ് സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് തയ്യാറാക്കി വയ്ക്കുന്നത്. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാം. ചൂടായ പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ആയിക്കോളും. ഒന്ന് ചുറ്റിച്ച ശേഷം ബാക്കിയുള്ള മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റിയാൽ മതി. ഒഴിച്ച് മാറ്റുന്നത് വീഡിയോ വന്നിട്ടില്ല, ക്ഷമിക്കണം. ഇത് വളരെ നേർത്ത മാവല്ലേ, ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വേകാൻ തുടങ്ങും. അതുകൊണ്ട് മാവ് ഒഴിച്ച് മാറ്റുന്നത് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ട് വേവിച്ചെടുക്കാവൂ. ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പോൾ സ്പ്രിംഗ് റോളിൻ്റെ ഷീറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇത് നേരത്തെ കോൺഫ്ലവർ ഇട്ട് വെച്ച പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരല്പം കോൺഫ്ലവർ വിതറി കൊടുക്കാം. ഇതിന് മുകളിലേക്കാണ് ഓരോ ഷീറ്റും അടുക്കി വയ്ക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ മാവ് ഒഴിച്ച് എല്ലാ ഷീറ്റും തയ്യാറാക്കിയെടുക്കാം. കൈകൊണ്ട് എടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ചുളിയാതെ പെട്ടെന്ന് എടുക്കാൻ പറ്റും. ഇപ്പോൾ എല്ലാ ഷീറ്റും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഫില്ലിങ്സ് തയ്യാറാക്കണം. അതിനായി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 8-10 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. എരിവില്ലാത്ത പച്ചമുളകാണ്. ഒരു സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ക്യാപ്സിക്കവും അതുപോലെ തന്നെയാണ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ചെറിയ കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. 2 ക്യാരറ്റോളം വരും. 1 കപ്പ് കാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി വഴണ്ട് വരാൻ വേണ്ടിയുള്ള ഓയിൽ മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഒരു 2 ടേബിൾ സ്പൂണോളം മതിയാകും. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. പച്ചമുളക് കൂടി ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റണം. വെജിറ്റബിൾസൊക്കെ സോട്ട് ചെയ്തെടുക്കുന്നത് ഹൈ ഫ്ലെയിമിലാണ്. ഈ ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ട് വെജിറ്റബിൾസ് ഓവറായിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതുകൊണ്ടാണ് ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും ഇനി ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം.
ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ക്യാബേജ് കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെജിറ്റബിൾ ഫില്ലിങ്സ് തന്നെ വേണമെന്നില്ല. ഇപ്പോൾ ചിക്കൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ പ്രോൺസ് ആവാം. നമുക്ക് ഇഷ്ടമുള്ള എന്ത് മീറ്റും ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് ഞാൻ ചാറ്റ് മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 3/4 ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാഗിയുടെ വെജ് മാജിക് ക്യൂബ്സ് കൂടി ഒരെണ്ണം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ചാട്ട് മസാലയോ മാജിക് മസാലയോ ഒന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള മസാല ചേർത്താൽ മതി. ഗരം മസാലയോ മുളക് പൊടിയോ നമുക്ക് ഏതാണ് ഇഷ്ടം ആ മസാല ചേർത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസും 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് ഹൈ ഫ്ലെയിമിലാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തേക്ക് എടുത്ത് വെച്ചേക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. 1 ടീസ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ കോൺഫ്ലവർ മിക്സ് ചെയ്യാൻ 1-2 ടീസ്പൂൺ വെള്ളം മാത്രം മതിയാകും. ഒരുപാട് വെള്ളം കലക്കി ഒഴിക്കരുത്. നന്നായി ഒന്ന് സോർട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് ഒരു പിഞ്ച് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് നേരത്തെ ഇടേണ്ടതായിരുന്നു, ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തത്. ഇതെല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മൈദമാവ് വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്നതാണ്. സ്പ്രിംഗ് റോൾ ഒട്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പശയായിട്ട് എടുക്കുന്നതിന് വേണ്ടിയാണിത്. ഓരോ ഷീറ്റായി പതുക്കെ എടുക്കാം. ഈ ഷീറ്റിന് ചുറ്റാകെ ആ മൈദ മിക്സ് തേച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം അടിഭാഗത്ത് നിന്ന് ഇതുപോലെ ചുരുട്ടിയെടുത്താൽ മതി. ഇതുപോലെ എല്ലാ സ്പ്രിംഗ് റോൾസും തയ്യാറാക്കിയെടുക്കാം. എല്ലാം ഞാൻ ഇതുപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി എല്ലാ സ്പ്രിംഗ് റോൾസും വറുത്ത് കോരിയെടുക്കാം. ചീനച്ചട്ടി ചൂടായി വരുമ്പോഴേക്കും ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണോ ഉപയോഗിക്കാം കേട്ടോ. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിത് ഓരോന്നായി ചുട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് സ്പ്രിംഗ് റോൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേപോലെ മുകളിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് അടിയിലും മുകളിലുമൊക്കെ ഒരേപോലെ വേവുന്നതിന് സഹായിക്കും. ഇപ്പോൾ സ്പ്രിംഗ് റോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാ സ്പ്രിംഗ് റോളും വറുത്ത് കോരിയെടുക്കാം. ഇപ്പോൾ എല്ലാ സ്പ്രിംഗ് റോൾസും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് മുറിച്ച് കാണിക്കാം. ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിനെസ് ആണ്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ് ഈ ഡിഷ്. നമ്മുടെ വീട്ടിൽ എപ്പോഴുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡിഷല്ലേ ഇത്. നമുക്ക് മാവ് കുഴയ്ക്കുകയോ പരത്തുകയോ ഒന്നും വേണ്ട, കലക്കി ചുട്ടെടുത്താൽ മാത്രം മതി. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഡിഷുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്